എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. SCRTയുടെ 8ാമത്തെ ക്ലാസ് ആണ്. നമ്മുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസിലെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയിലെ ബോക്സുകൾ, ടേബിളുകൾ, കോളംസ്, ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങോട്ട് പിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് റിവിഷനും SCRT തീർക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കായിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് SCRT പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റും കൂടി ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണേ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നോക്കാം. വിവിധ തരം ബലങ്ങൾ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരുടെ ഏതു ബലമാണ്? പേശി ബലമാണ് അല്ലെ? ഏതു ബലമാണ്? പേശി ബലമാണ് മനുഷ്യനും ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം പ്രയോഗിക്കുന്ന ഈ ബലത്തെ കാന്തിക ബലം എന്ന് പറയുമ്പോൾ മനുഷ്യനും ജീവികൾക്കും ഏതു ബലമാണ്? പേശി ബലമാണ്. കാന്തത്തിന് നമുക്കറിയാം കാന്തിക ബലം. മുടിയിൽ ഉരസിയ, അതാ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് സ്ഥിത വൈദ്യുത ബലമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം കൊണ്ടാണ് മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് സ്ഥിത വൈദ്യുത ബലം. എന്താണ്? സ്ഥിത വൈദ്യുത ബലമാണ്. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്. ഇത്തരം ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം എന്നറിയപ്പെടുന്നത് അല്ലെ? ആപ്പിൾ മേലേക്ക് പോകാതെ താഴേക്ക് വരുന്നതിനുള്ള കാരണം എന്താണ്? ഗുരുത്വാകർഷണമാണ് അല്ലെ? അപ്പൊ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ മുഴുവൻ, ഇപ്പോൾ കാറ്റ് വീശുന്നുണ്ട്, കാറ്റ് വീശുന്ന സമയത്ത് ഇലയ്ക്ക് മേലേക്ക് വെക്കൂടെ, പോകുന്നില്ല, താഴേക്ക് വരല്ലേ? എന്താണ്? ഗുരുത്വാകർഷണ ബലമാണ്. ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ യാന്ത്രിക ബലം എന്ന് പറയാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാണ്? യാന്ത്രിക ബലമാണ്, മെക്കാനിക്കൽ ഫോഴ്സ് ആണ്. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം. അപ്പൊ ഒരു വസ്തു, അതായത് ഇപ്പൊ ഒരു പ്രതലമാണ് അല്ലെ, ഒരു വസ്തുവിന് മുകളിലൂടെ എന്ത് ചെയ്യുന്ന, ഇതിപ്പോ ഒരു വസ്തു ആണെങ്കിൽ ഇതിന് മുകളിലൂടെ മറ്റൊരു വസ്തു പോണ സമയത്ത് എന്ത് ചെയ്യും? അതിന് ചലനത്തെ തടസ്സപ്പെടുത്താൻ അതിൻ്റെതായിട്ടുള്ള സ്പീഡിൽ പോകാൻ കഴിയില്ല. കാരണം എന്താണ്? ഇവിടെ താഴത്തുനിന്ന് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടും അല്ലെ? ഭൂമിയിൽ നിന്ന് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടും. അതുകൊണ്ട് ഘർഷണ ബലം എന്ത് ചെയ്യും? ഇവ കൂടാതെ മറ്റു ബലങ്ങളും ഉണ്ട്. ഇനി ബ്ലേസ് പാസ്കൽ നോക്കാം. പാസ്കൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മർദ്ദം അളക്കാനുള്ള യൂണിറ്റ് ആണ് അല്ലെ? 1623 ജൂൺ 19 ഫ്രാൻസിൽ ജനിച്ചു. ഗണിതശാസ്ത്രത്തിലും ഊർജ്ജതന്ത്രത്തിലും നിരവധി സംഭാവനകൾ നൽകി. മർദ്ദത്തെ സംബന്ധിച്ച ഇദ്ദേഹം കണ്ടെത്തിയ നിയമമാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മർദ്ദത്തെ സംബന്ധിച്ച് ഇദ്ദേഹം കണ്ടെത്തിയ നിയമമാണ് പാസ്കൽ എന്നറിയപ്പെടുന്നത്. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഇത്, പാസ്കൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. അതായത് ഇദ്ദേഹത്തിന്റെ പേരിന്റെ ഒരു ബഹുമാനാർത്ഥമാണ് എന്ത് ചെയ്തത്? അതിന് ഈ പേര് കൊടുത്തത് കേട്ടോ. 1662 ഓഗസ്റ്റ് 19 പാസ്കല് അന്തരിച്ചു. 623 ജനിച്ചിട്ട് അത്ര കാലഘട്ടം ഇല്ല അല്ലെ? ചെറിയൊരു കാലഘട്ടം മാത്രമാണ്. 1662 ഓഗസ്റ്റ് 19 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഇനി ഇവിടെ തന്നിട്ടുണ്ട് കുറെ ജീവികൾ തന്നിട്ടുണ്ട്. അവരുടെ ചിറകിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ചിറകുകളുടെ എണ്ണം, കാലുകളുടെ പ്രത്യേകത, ചിറകുകളുടെ പ്രത്യേകത. കാരണം ചിറക് തന്നിട്ടുള്ള ചിറകുള്ള ജീവികൾ ഏതൊക്കെയാണ്, ചിറകില്ലാത്ത ജീവികൾ ഏതൊക്കെയാണ് വ്യക്തമായിട്ട് കാണാവുന്നത്. ഒരു ജോഡി ചിറകിൽ 2 എണ്ണം ഉണ്ട്. ഇവിടെ 2 ജോഡി ചിറകുള്ളത് കണ്ടിട്ടുണ്ട്. കാലുകൾക്കൊക്കെ ഒരേ നീളമുള്ളത്, കാലുകൾക്ക് വ്യത്യസ്ത നീളമുള്ളത്, സുതാര്യമായ ചിറകുള്ളത്, സുതാര്യമല്ലാത്ത ചിറകുകള്. ഇനി അരിസ്റ്റോട്ടിലിനെ കുറിച്ചിട്ടും തിയോഫ്രാസ്റ്റസിനെ കുറിച്ചിട്ടും ചരകനെ കുറിച്ചിട്ടും ജോൺ റേ കുറിച്ചിട്ടും നമുക്ക് നോക്കാം. അരിസ്റ്റോട്ടില് ഗ്രീസ് ആണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തിരിച്ചു. ഇത് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതേപോലെ ഇതും ഈ ജോൺ റേയുടെയും അതേപോലെ ഇതും, ഈ 3 ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു LD ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓരോന്നും എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് മാറ്റി പഠിക്കണം. അരിസ്റ്റോട്ടിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ഒന്നാമത്തെ പോയിന്റ് അവിടെ നോക്കുക, ജീവശാസ്ത്രം. അപ്പൊ ജീവികളെ, ജീവശാസ്ത്രത്തിന്റെ പിതാവല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. പഠിച്ചല്ലോ. അരിസ്റ്റോട്ടിലിന്റെ 2 പോയിന്റ് പഠിച്ചു. ജീവശാസ്ത്രത്തിന്റെ പിതാവാണ്. ജീവികളെ എങ്ങനെ പറഞ്ഞു? ചുവന്ന രക്തമുള്ളവയും അല്ലാത്തവയായിട്ട് വേർതിരിച്ചു. ഇനി നമുക്ക് തിയോഫ്രാസ്റ്റസ് നോക്കാം. സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. അപ്പൊ തന്നെ നോക്കണം കണ്ടോ, ഇവിടെ നമ്മൾ ജീവ എന്നിട്ടു ജീവി
കണക്ട് ചെയ്തില്ല അരിസ്റ്റോട്ടില്. ഇനി തിയോഫ്രാസ്റ്റസ് നോക്കിക്കേ, സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. സസ്യങ്ങളെ ഏകവർഷികൾ, സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് എന്ന് പഠിച്ചു വെക്കുക. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. അപ്പൊ സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫ്രാസ്റ്റസ് ആണ്. ഇനി ജോൺ ഡ്രേ നോക്കൂ, 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പാൻറ്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ആരാണ്? ജോൺ ഡ്രേ ആണ്, ഇംഗ്ലണ്ടുകാരനാണ്. 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതും. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകം ആരുടെയെന്നും ചോദിച്ചിട്ടുണ്ട്, ജോൺ ഡ്രേ ചോദിച്ചിട്ടുണ്ട്. സ്പീഷ്യസ് എന്ന പദം ആരുടെയെന്നും ചോദിച്ചിട്ടുണ്ട്, ഒക്കെ പ്രീവിയസ് ആണ്, പഠിച്ചല്ലോ. അരിസ്റ്റോട്ടിൽ എന്താണ്? തിയോഫ്രാസ്റ്റസ് എന്താണ്? ജോൺ ഡ്രേ എന്താന്ന് നോക്കിയാലോ. ഇനി ആയുർവേദത്തിന്റെ പിതാവാണ് ആര്? ചരകൻ അല്ലെ, ഇന്ത്യക്കാരനാണ്. 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു. ചരകൻ ഇന്ത്യക്കാരനാണ്. അരിസ്റ്റോട്ടിലും തിയോഫ്രാസ്റ്റസും ഗ്രീസ്, ജോൺ ഡ്രേ ഇംഗ്ലണ്ടുകാരൻ. ഇനി കാൾ ലിനേയസ് നോക്കാം, സ്വീഡനാണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ് വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി, പ്രീവിയസ് ആണ്, ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? കാൾ ലിനേയസ് ആണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്, ഒന്ന് ഏത് പഠിക്കണം? വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. പിന്നെ ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചതും കാൾ ലിനേയസ് ആണ്. ലിനേയസ് നിർദ്ദേശിച്ചിട്ടുള്ള വർഗീകരണ തലങ്ങൾ നോക്കാം. അടുത്തട്ട് എവിടെ നിന്ന് തുടങ്ങണം? സ്പീഷ്യസിൽ നിന്ന് തുടങ്ങണം അല്ലെ. സ്പീഷ്യസിൽ നിന്ന് തുടങ്ങി ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, ലാസ്റ്റ് കിങ്ഡം. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഘട്ടങ്ങള്. 3, 6, 7 ഘട്ടങ്ങൾ അല്ലെ, 7 വർഗീകരണ ഘട്ടങ്ങൾ. ഇനി നോക്കാം, അതിൽ ഓരോന്നും തന്നിട്ടുണ്ട്. കിങ്ഡം അനിമേലിയ അല്ലെ, എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് ഇത്, കിങ്ഡം അനിമേലിയ. ഇനി ഫൈലം കോർഡേറ്റ, അത് ഈ കോർഡേറ്റ എന്നുള്ളതിൽ നിന്ന് കണക്ട് ചെയ്യണം കേട്ടോ. കോർഡേറ്റ എന്നുള്ളതിൽ നിന്ന് കണക്ട് ചെയ്യണം. എന്താണ്? നട്ടെല്ലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നതാണ്, നട്ടെല്ലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നതാണ് ഇത് ഫൈലം കോർഡേറ്റ. ഇനി ക്ലാസ് മമേലിയ, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവയാണ് ക്ലാസ് മമേലിയ. മനസ്സിലായോ? അത് ആ വാക്കിൽ നിന്ന് ആലോചിക്കണം. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നത്. ഓർഡർ കാർണിവോറ, കാർണിവോറസ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, മമേലിയ ക്ലാസ്സിലെ സവിശേഷത. ഒപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകൾക്കിടയിലുള്ള സസ്തനികളാണ് കാർണിവോറസ്, നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, ഓർഡർ കാർണിവോറ. ഇനി കാർണിവോറ ഓർഡറിന്റെ സവിശേഷതകൾ, കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങൾ ഉള്ളവയാണ് ഫാമിലി ഫെലിഡെ. പിന്നെ ജീനസ് ഫെലിസോ, ചെറിയ ശരീരം, ഗർജിക്കാത്തവ അല്ലെ. ഫെലിഡെ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നു. ചെറിയ ശരീരമാണ്, ഗർജിക്കാത്തവയാണ്. ചെറിയ ശരീരവും ഗർജിക്കാത്തതുമാണ് ജീനസ് ഫെലിസ്. പിന്നെ സ്പീഷ്യസ് ഡൊമസ്റ്റിക്കോ, ഫെലിസ് ജീനസിന്റെ സവിശേഷതയ്ക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്നു. അപ്പൊ കിങ്ഡം അനിമേലിയ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന ഭാഗമാണ് കിങ്ഡം. കോർഡേറ്റ പറയുമ്പോൾ നട്ടെല്ലുള്ള ജന്തുക്കൾ. ഫൈലം കോർഡേറ്റ എന്താണ്? നട്ടെല്ലുള്ളത്. കാർണിവോറസ് എന്താണ്? മാംസം കടിച്ചു കീറിയിട്ട് പല്ലുകളൊക്കെ ഉള്ളത് അല്ലെ. പിന്നെ മമേലിയ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നത്. പിന്നെ ഫെരിഡെ എന്താണ്? ഫാമിലി ഫെരിഡെ, കാലിൽ ഉൾവലിക്കാവുന്ന നഖമുള്ളതാണ്. പിന്നെ ജീനസ് ഫെലിസ്, ചെറിയ ശരീരവും ഗർജിക്കാത്തവയുമാണ് ജീനസ് ഫെലിസ്. സ്പീഷ്യസ് ഡൊമസ്റ്റിക്സോ, പൂച്ചയുടെ തനത് സവിശേഷതകൾ കാണിക്കുന്നത് അല്ലെ. ഇനി ഹാർത്തോസ് മലബാറിക്കസിനെ നോക്കാം, വെരി ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചിട്ടുള്ള ആദ്യ പുസ്തകം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ലത്തീൻ ഭാഷയിൽ, പ്രീവിയസ് ആണ്, ഏത് ഭാഷയിലാണെന്ന് അടക്കം ചോദിച്ചിട്ടുണ്ട്. ലത്തീൻ ഭാഷയിൽ രചിക്കപ്പെട്ട ഈ പുസ്തകം കാലഘട്ടം പഠിച്ചു വെക്കണം. 1678 മുതൽ 1693, എല്ലാം പ്രീവിയസ് ആണ്. 1678, 1 കഴിഞ്ഞ 6, 7, 8, 1678 to 1693 കാലഘട്ടം. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് എത്ര വാല്യം, ഇതും ചോദിച്ചതാണ്, 12 വാല്യങ്ങളായിട്ടാണ് കേട്ടോ. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് 12 വാല്യങ്ങളായിട്ടാണ് പുറത്തിറക്കിയത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിൽ ഗവർണർ ആയിരുന്ന അഡ്മിറൽ വാൻ റീഡ് ആണ് ഈ ഗ്രന്ഥരചനയ്ക്ക് എന്ത് ചെയ്തത്? നേതൃത്വം കൊടുത്തത്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കുന്നതിൽ നേതൃത്വം കൊടുത്ത ഗവർണർ വാൻ റീഡ് ഈ ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം നൽകിയത് അല്ലെ. കൊല്ലാട്ട് ഇട്ടി അച്യുതൻ
വൈദ്യര്, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പു ഭട്ട് തുടങ്ങിയവർ തദ്ദേശീയ പണ്ഡിത ഗ്രന്ഥരചനയിൽ എന്ത് ചെയ്തു? നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകി. സസ്യജാലങ്ങളെ തരംതിരിച്ച് ചിത്രങ്ങളും പ്രാദേശിക ചിത്രപ്പേരുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന് വേണ്ടിയിട്ടാണ് മലയാള ലിപികൾ ആദ്യമായിട്ട് അച്ചടിച്ചത്. കോൾ ലിനേയസിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളിലൊന്നാണ്. ആരാണ് കോൾ ലിനേയസ്? വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവും ദിനാമ പദ്ധതി ആവിഷ്കരിച്ചതുമായ കോൾ ലിനേയസ് അല്ലെ, അദ്ദേഹത്തിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളിലൊന്ന് ഏതെന്ന് ചോദിച്ചാൽ, ഇത് ഇങ്ങനെയൊക്കെ ചോദിച്ചാലോ, കോൾ ലിനേയസിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് റാങ്ക് മേക്കിംഗ് ആവും അല്ലേ? ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ, ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പോൾ കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ്. ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ്. 1678 to 1693 കാലഘട്ടം, 12 വാല്യങ്ങള്. ആരാണ്? വാൻ റീഡ് ആണ് ഇതിന് മുൻകൈ എടുത്തത്. പിന്നെ മലയാളിയിലെ രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പു ഭട്ട്, ഇട്ടി അച്യുതം വൈദ്യരൊക്കെ അതില് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇനി സസ്യവർഗീകരണ തലങ്ങള് നോക്കാം. സ്പീഷ്യസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങളിൽ ഉൾപ്പെടുത്തി കോൾ ലിനേയസ് സസ്യങ്ങളെയും വർഗീകരിച്ചു. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണല്ലോ. കാലാനുസൃതമായി ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അടിസ്ഥാന വർഗീകരണ തലങ്ങളായി ഇവയെ തന്നെ ഇന്നും ഉപയോഗിക്കുന്നു. കിങ്ഡത്തില് പ്ലാന്റ്, ഫൈലത്തില് കണ്ടോ ആൻജിയോസ്പെർമോഫൈറ്റ, ക്ലാസ്സില് മോണോകോട്ടലിഡാണ്. ഇതില് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയെന്നറിയോ? ഈ 2 കാര്യങ്ങൾ ചോദിക്കും. ഇതാണ് സാധാരണ PSCക്ക് ചോദിക്കാറുള്ളത് കേട്ടോ. ജീനസും സ്പീഷ്യസും കണ്ടോ, ജീനസും സ്പീഷ്യസും പഠിച്ചു വെക്കുക. ഇപ്പൊ നമ്മള് തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫെറ. തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫെറ. മാവിന്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. അപ്പൊ അതിൽ ചോദിച്ചിട്ടുണ്ട്, അതില് ജീനസ് ഏതാണ്, സ്പീഷ്യസ് ഏതാണെന്ന് പഠിക്കണം. നമ്മൾ എങ്ങനെ പറയാ? കൊക്കോസ് ന്യൂസിഫെറ, തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫെറ. അപ്പൊ കൊക്കോസ് ഫസ്റ്റ് വരുന്നത് ഏതാണ്? ജീനസ് ആണ്. രണ്ടാമത് വരുന്നതാണ് ഏത്? സ്പീഷ്യസ്. 3 അക്ഷരം. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഇതാണ് അവിടെ എത്തുമ്പോൾ സ്പീഷ്യസ് ആണോ ജീനസ് ആണോ? അപ്പൊ 3 അക്ഷരം, 3 കഴിഞ്ഞിട്ടല്ലേ 4 വരുന്നത്. 3 അക്ഷരം ഉള്ളിലുള്ളൂ ജീനസിന്, സ്പീഷ്യസിന് 4 അക്ഷരമില്ലേ? അങ്ങനെ എങ്ങനെയെങ്കിലും ഞാനത് ഇങ്ങനെ ഓർത്തു വെച്ചോ, അത് നിങ്ങൾക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തെങ്ങിന്റെ ശാസ്ത്രനാമം എന്താണ്? കൊക്കോസ് ന്യൂസിഫെറ. കൊക്കോസ് ജീനസ് വിഭാഗത്തിൽപ്പെട്ടതും സ്പീഷ്യസ് ന്യൂസിഫെറ വിഭാഗം അല്ലെ, ന്യൂസിഫെറയാണ് സ്പീഷ്യസ്. ഇനി മാഞ്ചിഫെറ ഇൻഡിക്ക മാവിന്റെ ശാസ്ത്രനാമമാണ്. അതിലെ മാഞ്ചിഫെറ കണ്ടോ ഫസ്റ്റത്തെ. അപ്പൊ നമ്മൾ ഇത് 3 കഴിഞ്ഞിട്ടാണ് 4 എന്ന് പഠിച്ചല്ലോ. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? 3 എടുക്കണം അല്ലെ. മാഞ്ചിഫെറയ്ക്ക് ജീനസ് കൊടുക്കുക, സ്പീഷ്യസിന് എന്ത് കൊടുക്കുക? ഇൻഡിക്ക എന്നും കൊടുക്കുക കേട്ടോ. ഇനി ഉപ്പൻ, ചെമ്പോത്ത്, ചകോരം, വട്ട, പൊടുകണ്ണി, ഉപ്പുതി കണ്ട പലതരം ജീവികളെയും പപ്പായ അല്ലെ, പപ്പായയെ നമ്മൾ ഈ ജീവികളിനെ അറിയപ്പെടുന്നത് ഓരോ സ്ഥലത്തും ഓരോരോ പേരിൽ അറിയപ്പെടും അല്ലെ. ഞങ്ങളുടെ ഇവിടെ ഇതാണ് അറിയപ്പെടുക കേട്ടോ, ചെമ്പോത്ത് എന്നാണ് പറയുന്നത്. ചിലവിടെ അത് ഉപ്പെന്നും ചകോരം എന്നൊക്കെ അറിയപ്പെടും. അതേപോലെ ഈ ലീഫിന് വട്ട എന്നും പൊടുകണ്ണി എന്നും ഉപ്പൂത്തി എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഈ പപ്പായ, ഞങ്ങളിവിടെ ഇത് പപ്പായ പറയും. അതേപോലെ ഈ ഓമയ്ക്ക എന്നും പറയാറുണ്ട്. പപ്പായ എന്നും പറയും, ഓമയ്ക്കാന്നും പറയാം. പിന്നെ മറ്റു ഭാഗങ്ങളിൽ കപ്പളങ്ങ, കറമൂസ കണ്ടോ, കറമൂസ. പിന്നെ പഴുതാര, കരിങ്കണി, കൽക്കുന്ന്, ചെതുമ്പൂര. ഇവിടെ ഞങ്ങളുടെ ഇവിടെ കൽക്കുന്ന് എന്ന് പറയും. പഴുതാര, കരിങ്കണി, ചെതുമ്പൂര. ഇനി കാസിയ അല്ലെ, കാഷ്യ ഫിസ്റ്റുല അല്ലെ, ഏതാണ്? കണിക്കൊന്നയുടെ ശാസ്ത്രീയനാമം. പ്രീവിയസ് ആണ്. നമ്മൾ നേരത്തെ കൊക്കോസ് ന്യൂസിഫെറയും മാഞ്ചിഫെറ ഇൻഡിക്കും പ്രീവിയസ് ആണ് കേട്ടോ. കാഷ്യ ഫിസ്റ്റുല കണിക്കൊന്നയുടെ ശാസ്ത്രീയനാമമാണ് ഇത്, കാഷ്യ ഫിസ്റ്റുല. ഇനി കാക്കയോ? കോർവസ് സ്പ്ലെൻഡൻസ്, കോർവസ് സ്പ്ലെൻഡൻസ്. ഇനി ബോസ്റ്റോറസ് ആണ് പശു ബോസ്റ്റോറസ് പശു, കോർവസ് സ്പ്ലെൻഡന്റ് കാക്ക, കാഷ്യ ഫിസ്റ്റുല കണിക്കൊന്ന. ഇനി 5 കിങ്ഡം വർഗീകരണങ്ങളാണ്. ഇത് കണ്ടോ, ഈ കഴിഞ്ഞ LGSന്റെ അല്ല, നമുക്ക് ഫസ്റ്റ് പ്രിലിംസിന്റെ ഒരു എക്സാമിന്, ഫസ്റ്റ് പ്രിലിംസിന് ചോദിച്ചത് ഓർമ്മയുണ്ടോ? ഡിസംബർ 28 നടന്ന എക്സാമിന് ചോദിച്ചത് ഈ ബോക്സിൽ നിന്നാണ്. മുനീർ കണ്ടോ,
ബാക്ടീരിയ. കണ്ടോ, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളിൽ വരുന്ന ചോദിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി മൊനീറ വിഭാഗത്തിൽ വരുന്നതാണ് ബാക്ടീരിയ ആണ് അല്ലെ. ന്യൂക്ലിയസ് ഇല്ല, ബാക്ടീരിയക്ക് എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. പക്ഷേ അത് ഏത് കിങ്ഡമാണ്? മൊനീറയാണ്. ചോദിച്ചതാണ്. നിങ്ങൾ ഡിസംബർ 28 എക്സാമിന് എടുത്ത് നോക്ക്. മൊനീറ കണ്ടോ. അപ്പൊ നീ പ്രൊട്ടിസ്റ്റ, ഫാൻഷെ, പ്ലാന്റ്, അനിമേലിയ പഠിച്ചോട്ടെ. അടുത്ത എക്സാമുകൾക്ക് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ ശനിയാഴ്ചയും 25-ന് നടക്കുന്നതിനൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ മൊനീറ ഏതാണ്? ബാക്ടീരിയ വിഭാഗമാണ് കേട്ടോ. മൊനീറ ബാക്ടീരിയ ആണ്, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ്. എങ്കിൽ ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ഏകകോശ ജീവിയാണ് ഇത് അമീബ അല്ലെ. അത് പ്രൊട്ടിസ്റ്റ വിഭാഗത്തിൽ കിങ്ഡത്തിൽ വരുന്നതാണ്. കിങ്ഡം ഏതാണ്? പ്രൊട്ടിസ്റ്റ, അമീബ, ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ഏകകോശ ജീവി. ഇനി ഫംജെ കുമിളുകളാണ് കേട്ടോ. ഫംജെ എന്താണ്? കുമിളുകളാണ്. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത, ഇതാണ് തരിക കേട്ടോ, സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികള് അല്ലെങ്കിൽ ബഹുകോശ ജീവികളാണ് ഫംജ അല്ലെങ്കിൽ കുമിളുകൾ. പ്ലാന്റ്, നമുക്ക് പ്ലാന്റ് പറയുമ്പോൾ സസ്യങ്ങളാണെന്ന് അറിയാം. സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാത്തതുമായ ബഹുകോശ ജീവികൾ. ചിലപ്പോൾ ഇങ്ങനെ തരും, സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ജീവി ഏതെന്ന് ചോദിക്കുമ്പോൾ അത് പ്ലാന്റ് ആണ്. ഓക്കെ, സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ജീവി. അനിമേലിയ ജന്തുക്കൾ, പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹുകോശ ജീവികൾ. ഇപ്പൊ ഇവിടെ സസ്യങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ അതങ്ങനെ ആലോചിക്കുക. സഞ്ചാരശേഷി ഇല്ലാത്ത ജന്തുക്കൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ലേ? സഞ്ചാരശേഷി ഉണ്ട്. മനസ്സിലായോ? സസ്യങ്ങൾ സ്വപോഷികളാണ് അല്ലെ. അവ സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ആഹാരം ഉണ്ടാക്കും അല്ലെ. പരപോഷിയാണ്. ജന്തുക്കൾക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അവ പരപോഷികളല്ലേ. അപ്പൊ നമുക്ക് പ്ലാന്റ് നമുക്ക് സസ്യങ്ങളാണെന്ന് എടുക്കാം. അതൊരു സ്വപോഷിയാണ്, സഞ്ചാരശേഷി ഇല്ലാത്തതാണ്, ഒരു ബഹുകോശ ജീവിയാണ്. ഓക്കെ, അത് നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. അനിമേലി നമുക്ക് കണക്ട് ചെയ്യാം. അനിമേലി വരുമ്പോൾ ജന്തുക്കളാണ്, അതൊരു പരപോഷിയാണ്, സഞ്ചാരശേഷി ഉണ്ട്, ബഹുകോശ ജീവികൾ. അപ്പൊ പ്ലാന്റേനെയും നമുക്ക് അനിമേലിയും എടുത്തു മാറ്റി. ഇനി നമുക്ക് 28-ാം തീയതി നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മൊനീറ. അതൊരു ബാക്ടീരിയ വിഭാഗമാണ്, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണെന്ന് പഠിച്ചില്ലേ? ഇനി ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ഏകകോശ ജീവിയാണ് പ്രൊട്ടിസ്റ്റ വിഭാഗത്തിൽ വരുന്ന അമീബ. പഠിച്ചോ? വരും, അടുത്ത എക്സാമിന് വരും. ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ഏകകോശ ജീവി അമീബയാണ്, പ്രൊട്ടിസ്റ്റയാണ്. പഠിച്ചല്ലോ. ഫംജെഡിനെ നമുക്ക് പഠിക്കേണ്ടുള്ളൂ. ഫംജെ പറയുമ്പോൾ കുമിളുകളാണ്, സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായിട്ടുള്ള ഏകകോശ ജീവി വിഭാഗത്തിലും ബഹുകോശ ജീവി വിഭാഗത്തിലും വരും. ഓക്കെ ആണല്ലോ. ഇനി ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. ഡൊമെയിൻ ബാക്ടീരിയ, ഡൊമെയിൻ ആർക്കിയ, ഡൊമെയിൻ യുക്കാരിയ. കണ്ടോ, ഡൊമെയിൻ ബാക്ടീരിയ കണ്ടോ, കിങ്ഡം ഏതിലാണ്? ബാക്ടീരിയ വിഭാഗത്തിൽ വരുന്നതാണ്. ആർക്കിയ, കിങ്ഡം ആർക്കിയ. ഡൊമെയിൻ യുക്കാരിയ നോക്കൂ, അതിൽ കിങ്ഡം ഏതാണ്? പ്രൊട്ടിസ്റ്റയാണ് അല്ലെ. നമ്മൾ അമീബ പറഞ്ഞില്ലേ, അമീബ ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ഏകകോശ ജീവി പറഞ്ഞില്ലേ. കിങ്ഡം പ്രൊട്ടിസ്റ്റ. കിങ്ഡം ഏതാണ്? ഫംജെ. കിങ്ഡം പ്ലാന്റ്. കിങ്ഡം അനിമേലിയ. ഇനി പിടിതരില്ല ഞാൻ അല്ലെ, കോശമില്ല അല്ലെ. പ്രീവിയസ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഈ ബോക്സ് എന്നാണ് HIV വൈറസിനെ കുറിച്ചിട്ട് ചോദിക്കാറുള്ളത്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ തന്നെ ചോദിക്കും. കോശമില്ല. കോശമുണ്ടോ? ഇല്ല. ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രം. പല രോഗങ്ങളുടെയും കാരണക്കാരൻ, എന്നെ നശിപ്പിക്കാനും പ്രയാസം. ജീവകോശത്തിനുള്ളിലേതാ, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ജീവകോശത്തിനുള്ളിലേ എനിക്ക് ജീവിക്കാനാവൂ. കോശത്തിന് വെളിയിൽ ഞാൻ നിർജീവമാണ്. ആതിഥേയ കോശത്തിലെത്തിയാൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകും. പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങളിൽ പ്രവേശിക്കും. നിഗൂഢത നിറഞ്ഞതാണ് ഞങ്ങളുടെ ലോകം. അപ്പൊ HIV വൈറസിനെ കുറിച്ചിട്ടാണ് പഠിക്കണം. HIV വൈറസിനെ കുറിച്ചിട്ട് ഒന്നാമത്തെ പോയിന്റ്, കോശം ഇല്ല. കോശമുണ്ടോ? ഇല്ല, കോശമില്ല. പിന്നെ ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രം. രണ്ടാമത്തെ പോയിന്റ്, ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രം. എന്താണ് പറയേ? ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രം. പിന്നെ പല മാരക രോഗങ്ങളുടെയും കാരണക്കാരൻ, എന്നെ നശിപ്പിക്കാൻ പ്രയാസമാണ്. വെരി ഇമ്പോർട്ടന്റ്. ജീവകോശത്തിനുള്ളിലെ എനിക്ക് ജീവിക്കാൻ പറ്റൂ. കോശത്തിന് വെളിയിൽ ഞാൻ നിർജീവമാണ്. കണ്ടോ, പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങളിലൊക്കെ പ്രവേശിക്കും. ഇനി സാധാരണ നാമവും ശാസ്ത്രനാമവും. നമ്മൾ കടുവ ടൈഗർ പറയില്ലേ, അതിന്റെ ശാസ്ത്രനാമം ഓൾപിക്യോ ആണ്. പാന്തേറ ടൈഗ്രീസ് ആണ്. ചെന്നായ കാനിസ് ലൂപ്പസ് ആണ്. സിംഹം പാന്തേറ ലിയോ. ടൈഗർ നമുക്കറിയാം അല്ലെ, ടൈഗ്രീസ് ടൈഗർ എന്ന് എടുക്കാം. പിന്നെ ലയണസ് ലിയോ എന്നിട്ട് എടുക്കാം, സിംഹം എടുക്കാം. പൂച്ചി നായാണ് നമുക്ക് കൺഫ്യൂഷൻ ആകുക. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കും നായ കാനിസ് ഫെമിലിയാരിസുമാണ്. കാനിസ് ഫെമിലിയാരിസ്
ഫെമിലിയാരിസ് നായ അല്ലെ. ചില വീട്ടിലൊക്കെ നായകൾ ഉണ്ടാവും, വലിയ നല്ല നല്ല അടിപൊളി നായകൾ അല്ലെ, ബീഫും ഇതൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് വളർത്തുന്ന നായകൾ ഉണ്ടാവും അല്ലെ. കാണുമ്പോഴേക്കും നമുക്കത് പേടിയാവും. ചാടിയിട്ട് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ചില നായ്ക്കളുണ്ട് അല്ലെ, പേരിൽ തന്നെ ഓരോ വർഗത്തിൽ പെട്ടിട്ട് തന്നെ ഓരോ നായ്ക്കളുണ്ട് അല്ലെ. ആ നായ്ക്കളൊക്കെ ഭയങ്കര ഫെമിലിയാണ് അല്ലെ, ആ ഫെമിലിയാരിറ്റി ഉണ്ട്. കാരണം എന്താണ്, ഞങ്ങൾക്ക് ആ വർഗത്തിൽപ്പെട്ട നായ വേണം പറയില്ലേ. അപ്പൊ ഇപ്പൊ പഠിച്ചില്ലേ നായ എന്ന് പറയുമ്പോ അവിടെ കണ്ടോ, ഫെമിലി നായ അല്ലെ, ഭയങ്കര ഫെമിലിയാരിറ്റി ഉണ്ട് അല്ലെ നായക്ക്. കാനിസ് ഫെമിലിയാരിസ്, പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക് കേട്ടോ, പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്, നായ കാനിസ് ഫെമിലിയാരിസ്. ഇനി ഇത് ഈ അടുത്ത് നടന്ന എക്സാമുകളിൽ, അടുത്ത് നടന്നില്ല, ഇത് എപ്പോഴും ഈ എക്സാമിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോഷണ തലങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്, അത് നോട്ട് ചെയ്യണം. എന്താണ് പോഷണതലം? ഒന്നാമത്തെ പോഷണതലത്തില് സസ്യങ്ങളാണ് വരുന്നത്, ഉൽപാദകര് കേട്ടോ. രണ്ടാമത്തെ പോഷണതലത്തില് പ്രാഥമിക ഉപഭോക്താക്കൾ, അതായത് സസ്യങ്ങളെ ഭക്ഷിക്കുന്നത് സസ്യാഹാരികളാണ്. മൂന്നാമത്തെ പോഷണതലത്തില് ദ്വിതീയ ഉപഭോക്താക്കളാണ്, മാംസാഹാരികള്. ഇനി നാലാമത്തെ പോഷണതലത്തിലാണ് മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവര്, അതായത് തൃതീയ ഉപഭോക്താക്കൾ. അപ്പൊ ഒന്നാമത്തെ പോഷണതലത്തില് സസ്യങ്ങളാണ്. സസ്യങ്ങൾ പറയുമ്പോൾ അവർ ഉൽപാദകരാണ് അല്ലെ. രണ്ടാമത്തെ പോഷണതലം പ്രാഥമിക ഉപഭോക്താക്കളാണ്, സസ്യാഹാരികളാണ് അല്ലെ. ആരാണ്? സസ്യാഹാരികൾ. ഇനി മൂന്നാമത്തെ പറയുമ്പോൾ ദ്വിതീയ വരണം അല്ലെ, ദ്വിതീയമാണ്, മാംസാഹാരികളാണ്. 4 ആരാണ്? തൃതീയ ഉപഭോക്താക്കളാണ്, മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവർ. ഇനി ജീവിബന്ധങ്ങൾ നോക്കാം. ഇരപിടുത്തവും പരാദജീവനവും മത്സരം, മ്യൂച്വലിസം, കമൻസലിസം നമുക്ക് നോക്കാം. ഇരപിടുത്തം അല്ലെ, ഇരപിടിക്കും അല്ലെ, ഒന്നിന് ഗുണകരമാണ്. അപ്പോൾ ഇരപിടിക്കുക പറയുമ്പോൾ ഒരു ജീവി ഒന്നിനെ, ഇപ്പൊ പാമ്പ് തവളനെ ഇരപിടിക്കും അല്ലെ. ആർക്കാണ് ഗുണം? പാമ്പിനാണ് ഗുണം. തവളയ്ക്ക് ഗുണമുണ്ടോ? തവളന്റെ ജീവൻ പോയില്ലേ. അപ്പൊ ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നു അല്ലെ. നമുക്ക് എന്ത് കൊടുക്കാം? പാമ്പും അതുപോലെ തന്നെ തവളയും കൊടുക്കാം അല്ലെ. ഇനി പരാദജീവനം, ഒന്നിന് ഗുണകരം, അതായത് ആ മരത്തില് ഇങ്ങനെ ഇല്ലി പിടിച്ചിട്ട് കിടക്കും, വളരും. പക്ഷെ സ്വന്തമായിട്ട് അവ ആഹാരം എന്ത് ചെയ്യും? നിർമ്മിക്കും. പക്ഷെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം, അതിനവിടെ ജീവിക്കണ്ട എവിടെയെങ്കിലും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ മരത്തില് പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. മറ്റേതിന് ദോഷകരം. പക്ഷെ പറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ ആൾക്ക് സുഖമാണ്, പക്ഷെ ആ മരത്തിന് എന്താണ്? അതൊരു ദോഷമാണ് അല്ലെ. ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരം. പരാദം പോഷണത്തിനായിട്ട് ആതിഥേയനെ ആശ്രയിക്കുന്നു. ഉദാഹരണം മാവും ഇത്തിൽക്കണ്ണിയും. അപ്പൊ പരാദജീവനം മാവും ഇത്തിൽക്കണ്ണിയും. മത്സരം തുടക്കത്തിൽ രണ്ടിനും ദോഷകരം അല്ലെ. ആമയും മുയലും കൂടിയിട്ട് ഇങ്ങോട്ട് മത്സരം വെക്കും അല്ലെ. ആരാണോ ജയിക്കുന്നത് അവർ ഒക്കെ. എന്തിനാ ആമനിയും മുയലും കൂടെ? നമ്മളൊക്കെ തന്നെ അല്ലെ, നമ്മൾ തമ്മിൽ മത്സരമാണ് അല്ലെ. അപ്പൊ ആരാണോ ജയിക്കുന്നത് അവിടെ ജയിക്കുന്നവർക്ക് ഗുണകരം ഉണ്ടാവും അല്ലെ. മ്യൂച്വലിസം, രണ്ട് ജീവികൾക്കും ഗുണകരമാണ് അല്ലെ. രണ്ട് ജീവികൾക്കും എന്താണ്? ഗുണകരമാണ്. കമൻസിലിസോ, ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. മാവും മരവാഴയും കണ്ടോ, മാവും മരവാഴ ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ഗുണമോ ഇല്ല ദോഷവും ഇല്ല. ഇനി സാംസ്കാരിക സേവനങ്ങളും ആവശ്യ വസ്തുക്കളുടെ ലഭ്യത കണ്ട പാരിസ്ഥിതിക സേവനങ്ങൾ, ഒരു ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന സേവനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ജൈവ വൈവിധ്യത്തിന്റെ സേവനങ്ങൾ, സൗന്ദര്യാസ്വാദനം അല്ലെ, നമ്മൾ പച്ചപ്പ് നിറം നിൽക്കുമ്പോൾ ആഹാ എന്ന് പറയും അല്ലെ. അതുപോലെ വിനോദങ്ങള്, പഠനം, ആചാരാനുഷ്ഠാനങ്ങൾ സാംസ്കാരികപരമായിട്ട്. ഇനി ആവശ്യ വസ്തുക്കളുടെ ലഭ്യത, ഭക്ഷണം, മരുന്ന്, ഇന്ധനങ്ങൾ, നിർമ്മാണ വസ്തുക്കള്. പിന്നെ പാരിസ്ഥിതിക സേവനങ്ങള്, മണ്ണു രൂപീകരണം, മണ്ണൊലിപ്പ് തടയല്, ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സന്തുലനം, ശുദ്ധജല ലഭ്യത, വെള്ളപ്പൊക്ക നിയന്ത്രണം, കാലാവസ്ഥാ നിയന്ത്രണം, സഹായ സേവനങ്ങൾ, പോഷക ചംക്രമണം, പരാഗണം, ജൈവ നിയന്ത്രണം, വിത്ത് വിതരണം. ഇനി ഒരു പക്ഷിയും പാടുന്നില്ല. നോക്കൂ, DDT വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പോഴും എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് കാണാം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക 1962 എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം ലോക ശ്രദ്ധ നേടുകയുണ്ടായി. 1962 റേച്ചൽ കേഴ്സൺ എന്ത് ചെയ്യുന്നത്?
DDT പോലുള്ള കീടനാശിനികളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിങ്. ആരുടേതാണ്? റേച്ചൽ കേഴ്സന്റേതാണ്. ഏത് വർഷമാണ്? 1962 കേട്ടോ. 1962 രചിക്കുകയും ചെയ്തു. 1972 കറക്റ്റ് 10 വർഷമാകുമ്പോഴേക്കും DDT എന്ത് ചെയ്തു? നിരോധിക്കുകയും ചെയ്തു കേട്ടോ. DDTയോടെ നിരോധിച്ചു. അത് മനസ്സിലാക്കണം. ഇൻസെക്ട് ബോംബ് എന്ന ഓമന പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി DDT കൃഷിയിടത്തിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെ ചെറു ജന്തുക്കളോടൊപ്പം പക്ഷികളും കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന കാര്യം കേഴ്സൺ നിശബ്ദ വസന്തത്തിൽ ചൂണ്ടിക്കാട്ടി. മിക്ക കീടനാശിനികളും ക്യാൻസറിന് വഴിവെക്കുമെന്ന് പഠന റിപ്പോർട്ടുകളുടെ പിൻബലത്തിൽ അവർ സമർത്ഥിച്ചു. കാരണം ആ ബുക്ക് നമ്മുടെ ലോകത്തുണ്ടാക്കിയ കോളിളക്കം ചെറുതൊന്നുമല്ല. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് ഈ പുസ്തകമാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ആരുടെന്ന് ചോദിക്കേണ്ട റേച്ചൽ കേഴ്സന്റെ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് ആണ്. മാരക കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമാണ്. അപ്പൊ ശ്രദ്ധിക്കണം, DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് ഇത്. റേച്ചൽ കേഴ്സന്റെ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. 1962 1972 DDT നിരോധിച്ചത്. ശ്രദ്ധിക്കണം, അമേരിക്കയിലാണ് കേട്ടോ. നെക്സ്റ്റ്, വിവിധ കാരണങ്ങളാൽ വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ജീവജാലങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളാണ് അശോക മരം. അതായത് ചിലപ്പോൾ ചോദിക്കാറുള്ള പേസ് എങ്ങനെയെന്നറിയോ? വംശനാശ ഭീഷണി സംഭവിച്ചു കഴിഞ്ഞത് ഇല്ല, അവിടെ ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അശോകമരം, മരമഞ്ഞള്, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ. കണ്ടോ, സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിലൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് കേട്ടോ. അതേപോലെ മലമുഴക്കി വേഴാമ്പൽ ഒക്കെ ആണല്ലോ. അപ്പോൾ താഴെ കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലേ? അപ്പോൾ എന്താ പറയാ, എന്തായാലും താഴെ കമന്റ് ചെയ്യും. ഓക്കെ, നന്നായി പഠിക്കട്ടോ. മറ്റന്നാൾ എക്സാം ഒക്കെ ഉള്ളവര് ഇപ്പൊ വ്യാഴാഴ്ചയല്ലേ, നാളെയൊക്കെ ഒന്ന് സ്ട്രെയിൻ എടുത്തിട്ടൊന്നും വായിക്കാൻ നിൽക്കണ്ട. കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് മീൻസ് കറണ്ട് അഫെയർ നന്നായിട്ട് നോക്കുക. കറണ്ട് അഫെയർ എല്ലാ അവാർഡുകളും നോക്കുക, നോബൽ പ്രൈസ് നോക്കുക, ബ്രിക്സ് നോക്കുക, പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഫിലിം അവാർഡുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. പിന്നെന്താ നോക്കാനുള്ളത്, ഈ ലാസ്റ്റ് കാരണം 28-ാം തീയതി നടന്ന എക്സാമിൽ നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ 3 മാസത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. 2024 കേട്ടോ. 2024 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അപ്പോൾ ആ മാസങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഓടിച്ചു വിടുക. അതൊക്കെ പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.